എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു പാഠവുമായിട്ടാണ് വന്നിട്ടുള്ളത്. Dear friends, today we have the chapter And Then Gandhi Came to Discuss. It's an excerpt from Jawaharlal Nehru's famous work, The Discovery of India. Here, in this book, we can see what Nehru says about Gandhiji and his influence on common people. Before moving on to the chapter, we have an introduction about the author, Jawaharlal Nehru, born on 14th November 1889 and died on 27th May 1964, was the first Prime Minister of India. Jawaharlal Nehru promoted democracy, socialism, secularism and unity while adapting modern values to Indian conditions. അതായത് ഇന്ത്യൻ സാഹചര്യത്തിൽ പുതിയ കാലത്തിൻ്റെ മൂല്യങ്ങൾക്കൊപ്പം ജവഹർലാൽ നെഹ്റു പ്രൊമോട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഡെമോക്രസിയാണൊന്ന്, അതായത് ജനാധിപത്യം, സോഷ്യലിസം, സെക്യുലറിസം അതായത് മതനിരപേക്ഷത, യൂണിറ്റി എന്നിവയാണ് അവ. എല്ലാവർക്കും അറിയാവുന്ന പോലെ നെഹ്റു വാസ് എ പ്രൊലിഫിക് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് റോട്ട് നമ്പർ ഓഫ് ബുക്സ് സച്ച് ആസ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ആൻ ഓട്ടോബയോഗ്രഫി. അല്ലേ, അദ്ദേഹം ഒരു വളരെ വലിയ ഒരു എഴുത്തുകാരനാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൊലിഫിക് എന്ന് വെച്ചാൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളെന്നാണ് അർത്ഥം. അതിൽ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരുകളാണ് നമ്മളിവിടെ വായിച്ചത്. ഇൻ 1955 നെഹ്റു വാസ് അവാർഡഡ് ഭാരതരത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചിട്ടുള്ള മഹത് വ്യക്തി. അപ്പോൾ ഇത്രയുമാണ് ടെക്സ്റ്റ് പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ള പാഠഭാഗത്തിലൂടെ കടന്നു പോകാം. Read and reflect. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. എന്താണ് ജവഹർലാൽ നെഹ്റു ഇതിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. About the timely arrival of. Timely means well timed എന്ന് പറയാം. Happening or appearing at the proper time. യഥാസമയത്ത് സംഭവിക്കുന്ന, കൃത്യസമയത്ത് എന്നാണ് അർത്ഥം അല്ലേ. ടൈംലി അറൈവൽ, അദ്ദേഹം വന്നത്, ഗാന്ധിജിയുടെ വരവ് ആ കൃത്യസമയത്തായിരുന്നു. ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. അതിനെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ എഴുതുന്നത്. വെൻ ദ കൺട്രി വാസ് ഇൻ ഡയർ നീഡ് ഓഫ് സച്ച് എ ലീഡർഷിപ്പ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിരുന്നു? ദ കൺട്രി വാസ് ഇൻ എ ഡയർ നീഡ് മീൻസ് ഏർജൻറ്റ് എന്നാണ് ഡയർ എന്നുള്ളതിൻ്റെ മീനിങ്. ഡയർ നീഡ് മീൻസ് റിക്വയറിംഗ് ആക്ഷൻ ടു പ്രിവെൻറ്റ് ബാഡ് കോൺസിക്വൻസസ്. മോശമായ പരിണിത ഫലങ്ങളെല്ലാം തടയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഡയർ നീഡ്. വെൻ ഇന്ത്യ വാസ് ഇൻ ഡയർ നീഡ് ഓഫ് സച്ച് എ ലീഡർഷിപ്പ്. ഇപ്പോൾ ഗാന്ധിജി ഇങ്ങോട്ട് വന്ന സമയത്ത് അങ്ങനത്തെ ഒരു ലീഡർഷിപ്പിൻ്റെ അത്യാവശ്യം ഭാരതത്തിനുണ്ടായിരുന്നു എന്നാണ്. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. ഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ഉപമിച്ചിരിക്കുന്നത് ഹി ഈസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് എന്നാണ്, പ്രകാശകിരണങ്ങളോടാണ്. ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശകിരണങ്ങൾ. ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നെഹ്റു ചെയ്യുന്നത് ഗാന്ധിജിയെക്കുറിച്ചുള്ള ശരിയായ രീതിയിലുള്ള ഒരവലോകനമാണ്. റീഡ് ദ എക്സാപ്റ്റ്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ എക്സ്ട്രാക്ട്. ആസ് വി സെഡ് earlier, this is a part of discovery of India. Okay? And then Gandhi came. World War First ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. അങ്ങനെ അവസാനം ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം സമാധാനമാണ് ഉണ്ടാകേണ്ടത് അല്ലേ. ആ സമാധാനം നമുക്ക് എന്തൊക്കെയാണ് തരേണ്ടത്? ദ പീസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് അസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്. നമുക്കൊരാശ്വാസവും അതുപോലെ പുരോഗതിയും യുദ്ധത്തിന് ശേഷമുള്ള സമാധാനം പ്രദാനം ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് പകരം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ്, അതിന് പകരമായിട്ടുണ്ടായതെന്താണ്? ബ്രോട്ടസ് റിപ്രസീവ് ലെജിസ്ലേഷൻ, അടിച്ചമർത്തുന്ന ഒരു തരം ലെജിസ്ലേഷനാണ്, ഭരണമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആൻഡ് മാർഷ്യൽ, പട്ടാള നിയമം അല്ലേ. മാർഷ്യൽ മീൻസ് സോൾജിയർലി എന്നാണ്. സോൾജിയർലി പട്ടാള നിയമം പഞ്ചാബിൽ വരികയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷവും സമാധാനം പുലർന്നില്ല. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ, അടിച്ചമർത്തുന്ന രീതിയിലുള്ള പട്ടാള നിയമമാണ് പഞ്ചാബിൽ ഏർപ്പെടുത്തിയത്. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ.
സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അപമാന ബോധം അല്ലേ, അവഹേളിക്കപ്പെടുന്നു എന്നുള്ള ഒരു ബോധം, അങ്ങനെയുള്ള ഒരു കൈപ്പേറിയ ബോധമുണ്ടാകുന്നു. ആൻഡ് എ പാഷനേറ്റ് ആങ്കർ, വളരെ തീവ്രമായിട്ടുള്ള, പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീലിംഗ് എന്നാണ് അല്ലേ. പാഷനേറ്റ് ആങ്കർ ഫിൽഡ് അവർ പീപ്പിൾ, ഒരു അപമാനബോധവും അതുപോലെ തീവ്രമായിട്ടുള്ള ദേഷ്യവും ആളുകളിൽ നിറഞ്ഞു. വി ഹാഡ് ബിക്കം എ ജെറിലിക്റ്റ് നേഷൻ, ജെറിലിക്റ്റ് ഫോർസേക്കൺ അല്ലെങ്കിൽ അബാൻഡൻഡ് എന്ന് പറയും, എല്ലാവരും ഉപേക്ഷിച്ച, എല്ലാവരും തള്ളിക്കളയപ്പെട്ട ഒരു നാടായി മാറി നമ്മുടേത്. ദാറ്റ് ഈസ് വി ഹാഡ് ബിക്കം എ അബാൻഡൻഡ് നേഷൻ. യെറ്റ് വാട്ട് കുഡ് വി ഡു, അങ്ങനെയൊക്കെ ആയിട്ടും വാട്ട് കുഡ് വി ഡു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്, വിഷ്യസ് പ്രോസസ്, ഈവിൾ ഓർ ഇമ്മോറൽ, ക്രൂവൽ, ഈ ഒരു ക്രൂരമായിട്ടുള്ള പ്രക്രിയ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എന്താണ് നമ്മളതിനു വേണ്ടി ചെയ്യേണ്ടത്. വി സീം ടു ബി ഹെൽപ്ലെസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ, നമ്മളങ്ങനെ ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന സമയത്താണല്ലേ, ഹെൽപ്ലെസ് ആയി, അതുപോലെ ഇൻ ദ ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റർ, വലിയ ശക്തിയേറിയ രാക്ഷസൻ്റെ, മോൺസ്റ്റർ എന്ന് പറഞ്ഞതാണല്ലോ ഹൊറിബിൾ ക്രീച്ചർ, പൈശാചികമായ രൂപമുള്ള അല്ലെങ്കിൽ രാക്ഷസീയ ഭാവമുള്ള ഒരു സാധനം, അതാണ് മോൺസ്റ്റർ. അപ്പോൾ വലിയ ശക്തിയേറിയ രാക്ഷസൻ്റെ പിടികളിൽ അകപ്പെട്ടു പോയി ഹെൽപ്ലെസ് ആയിരിക്കുന്നതായി നമുക്ക് തോന്നുകയാണ്. അവർ ലിംസ് വെയർ പാരലൈസ്ഡ്, നമ്മുടെ കൈകാലുകളെല്ലാം, ലിംബ് എന്ന് പറഞ്ഞാൽ ആംസ് ഓർ ലെഗ്സ്, കൈകളോ കാലുകളോ, അതിനാണ് കളക്റ്റീവായിട്ട് ലിംസ് എന്ന് പറയുക. അവർ ലിംസ് വെയർ പാരലൈസ്ഡ്, കൈകാലുകളെല്ലാം മരവിച്ചിരിക്കുന്നു. അവർ മൈൻഡ്സ് ഡെഡൻഡ്, മനഃശക്തിയെല്ലാം പോയിരിക്കുന്നു അല്ലേ, മനസ്സ് മരവിച്ചിരിക്കുന്നു. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ്, ഒരുപാട് പേർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുകയാണ്. Many people were isolated from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed. സ്വന്തം ഭൂമി പോലും നഷ്ടപ്പെട്ട ആളുകൾ, they are incapable of any kind of manual or technical work. സാങ്കേതികമായതോ അല്ലെങ്കിൽ മാനുവലായിട്ടുള്ളതോ, മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കൈത്തൊഴിലുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വർക്കിന് സാധിക്കാത്ത രീതിയിൽ, ഇൻകേപ്പബിൾ എന്നാണ്, അവർക്കതിനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ തൊഴിലില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ്. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് എന്നല്ലേ, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അവരും കൂടി. അതായത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും അസന്തുഷ്ടിയും ഹെൽപ്ലെസ്നെസ്സും വളരെയധികം വർദ്ധിച്ചു എന്ന് ചുരുക്കം. സ്വെല്ലിംഗ് ആർമി ഓഫ് ദ അൺഎംപ്ലോയിഡ്, ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, അവർക്ക് പ്രതീക്ഷയില്ല. ദേ സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറേസ്. മൊറേസ് മീൻസ് മാർഷി ലാൻഡ്, ചതുപ്പ് നിലം അല്ലേ, പെട്ടുകഴിഞ്ഞാൽ അവിടുന്ന് ഊരിപ്പോരാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള വല്ലാത്തൊരു ദുർഘടാവസ്ഥയിൽ അവരെത്തിച്ചേരുകയാണ്. ദാറ്റ് ഈസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ബിക്കെയിം incapable of any kind of work and they are unemployed, helpless and hopeless. They were struggling so hard to live. They did not know where to look. അവർക്കറിയില്ല എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. For neither the old nor the new offered them any hope. സഹായത്തിന് വേണ്ടി എങ്ങോട്ട് നോക്കണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്കോസ് എന്നാണ്. ബിക്കോസ് നീദർ ദ ഓൾഡ്, പഴയ നിയമങ്ങൾ, അതായത് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളോ അതുപോലെ തന്നെ ദ ന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഇവിടെ, മാർഷ്യലോ അല്ലേ, പുതിയ പട്ടാള നിയമം, രണ്ടും അവർക്ക് എന്ത് നൽകില്ല എന്നാണ്. നീദർ ഓഫ് ദം ഗിവ് ദം എനി ഹോപ്പ്, അവർക്ക് പ്രതീക്ഷ രണ്ടു കൂട്ടരും നൽകിയില്ല. നീദർ ബ്രിട്ടീഷ് റൂൾ nor martial law gave them any kind of hope. What could we do? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? How could we pull India out of this quagmire of poverty and defeatism? ഇന്ത്യയെ എങ്ങനെ വലിച്ചു പുറത്താക്കാൻ സാധിക്കും അല്ലേ? ഇന്ത്യയെ എങ്ങനെ വലിച്ച് ഈ ഒരു ക്വാഗ്മയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർഷ്, ഒരു വാക്ക് കണ്ടിരുന്നല്ലോ നേരത്തെ, മൊറാസ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥമാണ്. ക്വാഗ്മയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം, ദാരിദ്ര്യത്തിൻ്റെയും പരാജയബോധത്തിൻ്റെയും ഒരു ചതുപ്പു നിലത്തിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യയെ കരകയറ്റുക? പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മയർ അല്ലേ? ഹൗ ക്യാൻ വി റെസ്ക്യൂ ഇന്ത്യ ഫ്രം ദിസ് കൺഫ്യൂസിങ് സിറ്റുവേഷൻ? ഡിഫീറ്റിസം മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് ഡിഫീറ്റ് വിതൗട്ട് സ്ട്രഗിൾ, ഒരു പരാജയബോധം അല്ലെ, പരാജയം സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ. നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് agony and suspense, but for long generations our people had offered their blood and toil, tears and sweat.
അതായത് കുറച്ച് വർഷത്തെ, നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. കുറച്ച് വർഷത്തെ ഒരാവേശവും അതുപോലെ തന്നെ അഗണി, വേദന അല്ലേ, വേദനയും ആങ്സൈറ്റിയും ഒരു ഉത്കണ്ഠയും മാത്രമല്ല, മറിച്ച് ബട്ട് ഫോർ ലോങ് ജനറേഷൻസ്, കുറേ തലമുറകളായിട്ട് അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടീയേഴ്സ് ആൻഡ് സ്വെറ്റ്. തലമുറകളായിട്ട് നമ്മുടെ ജനങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് അർപ്പിക്കുന്നത്? അവരുടെ ബ്ലഡ്, അവരുടെ രക്തം, അവരുടെ അധ്വാനം, കണ്ണുനീര്, വിയർപ്പ് എല്ലാം പൊഴിക്കുന്നുണ്ട്. ആൻഡ് ദിസ് പ്രോസസ് ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ, poisoning every aspect of our life. And this process had eaten its way deep into the body and soul of India. This process means ഒരു പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ദാറ്റ് ഈസ് വിഷ്യസ് പ്രോസസ്സ് എന്നുള്ള വാക്ക് നേരത്തെ കണ്ടതാണ്. അത് മാർഷ്യൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആളുകളുടെ അസംതൃപ്തി. ഇറ്റ് ഈസ് പാഷനേറ്റ് ആങ്കർ ആൻഡ് ഹെൽപ്ലെസ്നെസ്, ഹ്യൂമിലിയേഷൻ, എവറിഥിങ്. അങ്ങനെ ജനങ്ങളുടെ ആ അസന്തുഷ്ടി, പട്ടാളഭരണത്തിൻ്റെതായ ആ ക്രൂരത, അത് ഹാഡ് ഈറ്റൺ ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ. അത് ഇന്ത്യയുടെ ശരീരത്തിനെയും ആത്മാവിനെയും ആഴത്തിൽ കാർന്ന് തിന്നതാണ്. ആഴത്തിൽ കാർന്ന് തിന്നുക മാത്രമല്ല, പോയ്സണിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും, എല്ലാ ഭാഗവും പോയ്സൺ ചെയ്തുകൊണ്ട്, വിഷലിപ്തമാക്കിക്കൊണ്ട് അതങ്ങനെ തുറന്നു പോകുന്നു. That is, each and every people of India were leading an unhappy life, a hopeless life under martial law. And then Gandhi came. അങ്ങനെ ആ സമയത്താണ് ഗാന്ധി അവിടേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. അദ്ദേഹം ഏതുപോലെയായിരുന്നു എന്നാണ്. ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ, ശുദ്ധവായുവിൻ്റെ ഒരു ഒഴുക്ക് പോലെ അല്ലെ, ശക്തമായ കറണ്ട് മീൻസ് ഫ്ലോ, ഒഴുക്ക് പോലെ. ദാറ്റ് മെയ്ഡ് എസ് സ്ട്രെച്ച് അവർ സെൽഫ്. ആ ഒരു ശുദ്ധവായു നമ്മളെ നിവർന്ന് നിൽക്കാൻ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ നിവർത്തി നിർത്തിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവായിരുന്നു. ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത്സ്, ആശ്വാസത്തിൻ്റേതായിട്ടുള്ള ശ്വാസം വിടാനും നമുക്കതുകൊണ്ട് സാധിച്ചു. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അത് കാണാം അല്ലേ. നേരത്തെ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ എന്ന് പറഞ്ഞിരുന്നു ഗാന്ധിജിയെ. അതുപോലെ തന്നെ ഹീ ഈസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. പ്രകാശ കിരണങ്ങളോട് അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നു. ദാറ്റ് പീഴ്സ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രകാശകിരണം. ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. നമ്മുടെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകളെല്ലാം, സ്കെയിൽ എന്ന് പറഞ്ഞാൽ കവറിങ് അല്ലെങ്കിൽ വെയിൽ എന്നാണ്, ഒരു മൂടുപടം എന്നൊക്കെ പറയാം. കണ്ണിൽ നിന്നുള്ള കാഴ്ചയെ മറയ്ക്കുന്ന എല്ലാത്തിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വെളിച്ചത്തിന് സാധിച്ചു. അതായത് നമുക്ക് വെളിച്ചം പകരാനാണ് അദ്ദേഹം വന്നത്. ലൈക്ക് എ വേർവിൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്. പല കാര്യങ്ങളെയും അട്ടിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു ചുഴലിക്കാറ്റ് പോലെ. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്. മോസ്റ്റ് ഓഫ് ഓൾ, എബോവ് ഓൾ, എല്ലാത്തിനും ഉപരിയായി ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. ആളുകളുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഗാന്ധിജി could encourage and give strength to the minds of people. He did not descend from the top. അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരാളല്ല. He seemed to be emerged from the millions of India. He was one among Indians, speaking their language. എമർജി എന്നുള്ളത് എന്താണ്? ടു കം ഇൻ ടു വ്യൂ അല്ലേ, കാഴ്ചയിലേക്ക് വരിക. അദ്ദേഹം നമ്മിലേക്ക് ഇറങ്ങി വന്നത് ആകാശത്ത് നിന്ന് ഒരു ദൂതൻ വന്നതുപോലെയല്ല, ഇന്ത്യയിൽ നിന്ന് ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം, നമ്മുടെ തന്നെയായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഒരാൾ. ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇതായിരുന്നു. ഗെറ്റ് ഓഫ് മീൻസ് ഫ്രീ, ടു മൂവ് ഫ്രം ബീയിങ് ഓൺ ടോപ്പ് ഓഫ് സംതിങ്, എന്തിൻ്റെയും മുകളിൽ നിന്ന് താഴെ ഇറങ്ങുക. ഇവിടെ എന്താണ്? ഗെറ്റ് ഓഫ് ദ ബാഗ്സ് ഓഫ് ദീസ് peasants ആൻഡ് വർക്കേഴ്സ്. ഈ ഒരു കർഷകരുടെയും വർക്കേഴ്സിൻ്റെയും പുറത്തു നിന്നിറങ്ങൂ. അദ്ദേഹം പറയുകയാണ്, ഓൾ ഓഫ് യു ഹു ലീവ് ബൈ ദെയർ എക്സ്പ്ലോയിറ്റേഷൻ, അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരും, ഗെറ്റ് ഇറ്റ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. ദാരിദ്ര്യവും അതുപോലെ കഷ്ടപ്പാടും ഉണ്ടാക്കുന്ന ഈ ഒരു സിസ്റ്റം അല്ലേ, ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മോചിതരാകൂ, ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടൂ, കർഷകരുടെയും വർക്കേഴ്സിൻ്റെയും പുറത്തു നിന്ന് ഇറങ്ങൂ.
Political freedom took a new shape then and acquired a new content. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് പുതിയ ഒരു ഷേപ്പ്, പുതിയൊരു മാനം കൈവന്നു അല്ലേ. അക്വയർഡ് എന്ന് വെച്ചാൽ ഗെറ്റ് എന്നാണ്. പുതിയൊരു മാനം കൈവന്നു. മച്ച് ദാറ്റ് ഹീ സെറ്റ് വി ഓൺലി പാർഷ്യലി ആക്സെപ്റ്റഡ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹം പറഞ്ഞത് അധികവും എന്തു ചെയ്തു? വി ഓൺലി പാർഷ്യലി ആക്സെപ്റ്റഡ്. നമ്മൾ പകുതി മാത്രം അതിനെ സ്വീകരിച്ചു. ഓർ സംടൈംസ് ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ഇറ്റ് ഓൾ. ഗാന്ധിജി പറഞ്ഞത് പകുതി ചിലവർ അനുസരിച്ചു, ചിലർ എന്തു ചെയ്തു? അതിനെ മുഴുവനായി തള്ളിക്കളഞ്ഞു, തീരെ അംഗീകരിച്ചതുമില്ല. ബട്ട് ഓൾ ദീസ് വാസ് സെക്കൻഡറി. എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം സെക്കൻഡറിയാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഇല്ലയോ എന്നതൊക്കെ സെക്കൻഡറിയാണ്. ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൻ്റെ സാരാംശം എന്ന് പറയുന്നത് നിർഭയത്വവും അതുപോലെ സത്യസന്ധതയുമായിരുന്നു. ആൻഡ് ആക്ഷൻ allied to these, allied or related or supporting this. ഫിയർലെസ്നെസ്സുമായിട്ടും ട്രൂത്തുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. അതായത് സത്യസന്ധതയും നിർഭയത്വവും തുളുമ്പുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അല്ലേ. അതെങ്ങനെയായിരിക്കണം? പൊതുജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. കീപ്പിംഗ് ദ വെൽഫെയർ, വെൽഫെയർ എന്ന് പറഞ്ഞാൽ അറിയാം, ക്ഷേമം എന്നൊക്കെയാണല്ലോ. പൊതുജനക്ഷേമത്തിന് വേണ്ടി സത്യസന്ധതയിലും നിർഭയത്വത്തിലും ഊന്നിയ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya or fearlessness. Not merely bodily courage, but the absence of fear from the mind. ഏറ്റവും വലിയ ഗിഫ്റ്റ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനോ വേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വാസ് അഭയ. എല്ലാവർക്കും വേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അഭയയാണ് അല്ലെങ്കിൽ നിർഭയത്വം ആണ്. നോട്ട് മിയർലി ബോഡ്ലി കറേജ്, ശാരീരികമായിട്ടുള്ള ഒരു ധൈര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്, മനസ്സിൽ നിന്ന് തന്നെ ഭയത്തെ ഒഴിവാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അതാണ് യഥാർത്ഥത്തിൽ ഫിയർലെസ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ തന്നെ ഭയം തീരെ പാടില്ല. അല്ലെങ്കിൽ ശരീരം കൊണ്ട് കാണിക്കുന്ന ധൈര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും ഭയം മനുഷ്യ മനസ്സിനെ കീഴടക്കിക്കൂടാ. ദ ഡൊമിനൻറ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫെയർ. ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന, അതായത് ഗവേണിങ്, മുഴച്ചു നിൽക്കുന്ന, പുറത്ത് കാണുന്ന ഇമ്പൾസ്, ഒരു വികാരം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഉൾപ്രേരണ എന്നൊക്കെയല്ല അർത്ഥം. ഇവിടെ ഇമോഷൻ എന്നേ ഉള്ളൂ. ഇപ്പോൾ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇന്ത്യക്കാരിൽ ഏറ്റവും ഡൊമിനൻ്റായിട്ട് പുറത്ത് കണ്ട ഒരു വികാരം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിയർ ആയിരുന്നു അല്ലേ. പെർവേസീവ്, അപ്രസിങ്, സ്ട്രാംഗ്ലിങ് ഫിയർ. പെർവേസീവ്, വളരെ വ്യാപകമായിട്ടുള്ള അല്ലേ, സ്പ്രെഡിങ് ത്രൂ ഔട്ട്, അതാണ് പെർവേസീവ്. ഒപ്രസിങ്, അടിച്ചമർത്തുന്ന. സ്ട്രാംഗ്ലിങ് മീൻസ് സപ്രസിങ് ഓർ സഫോക്കേറ്റിങ്, അല്ലെങ്കിൽ കഴുത്ത് ഞെരിക്കുന്ന എന്നൊക്കെ പറയാം. കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന രീതിയിലുള്ള തരത്തിലുള്ള പേടി. അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ഭയങ്കരമായൊരു പേടിയായിരുന്നു ബ്രിട്ടീഷ് റൂൾ ഇന്ത്യക്കാരിൽ ഉണ്ടാക്കിയത്. എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ഫിയർ ചെയ്യേണ്ടത്? ഫിയർ ഓഫ് ദ ആർമി, ദ പോലീസ്, ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, ദാറ്റ് ഈസ് എസ്പേനാഷ്, ചാരപ്രവൃത്തി അല്ലേ. ചാരന്മാരെ പേടിക്കണം, പോലീസിനെ, ആർമിയെ. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ഔദ്യോഗിക വർഗത്തെ. ഫിയർ ഓഫ് ലോസ്, മെൻ ടു സപ്രസ് ആൻഡ് ഫോർ പ്രീസൺ അല്ലേ, നിയമത്തെ ഭയക്കണം. ദ ലോ മെൻ ടു സപ്രസ്, അതായത് അടിച്ചമർത്തൽ നിയമമാണ്, അതിനെ ഭയക്കണം. ആൻഡ് ഓഫ് പ്രീസൺ, ജയിലിനെ ഭയക്കണം. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ലാൻഡ് ലോഡിനെ മാത്രമല്ല ജന്മിയുടെ ഏജൻറ്റിനെയും ഭയക്കേണ്ടതുണ്ട്. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പൈസ കടം കൊടുക്കുന്ന ആളെ പേടിക്കണം. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ, പട്ടിണി, തൊഴിലില്ലായ്മയെ, എല്ലാത്തിനെയും. വിച്ച് വർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്, എല്ലാവരും അങ്ങനെ എൻട്രൻസിൽ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ. എല്ലാ തരത്തിലുള്ള ഭയവും ഇന്ത്യയിലെ ആളുകളുടെ മനസ്സിൻ്റെ വാതിൽപ്പടിയിൽ ഉണ്ടായിരുന്നു. ഈ ഭയങ്ങളെല്ലാം, ത്രഷോൾഡ് മീൻസ് എൻട്രൻസ്, വാതിൽപ്പടി എന്നൊക്കെ പറയില്ലേ. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദിസ് ഓൾ പെർവേർഡിംഗ് ഫിയർ ദാറ്റ് ഗാന്ധി quiet and determined voice was raised. It was against this all pervading fear, ഈ ഒരു പെർവേസീവ് ആയിട്ടുള്ള, അതായത് ഈ സ്പ്രെഡിങ് ഫിയർ, ഇത്തരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ പേടി ഉണ്ടല്ലോ,
അതിനെതിരെയാണ് ഗാന്ധി ക്വയറ്റ് ആൻഡ് ഡിറ്റർമൈൻഡ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശാന്തവും ഉറച്ചതുമായിട്ടുള്ള ശബ്ദം ഉയർന്നത്. പേടിക്കെതിരെ, ആളുകളുടെ ഭയത്തിനെതിരെ ഗാന്ധിജി വളരെ ശാന്തമായിട്ട് ഉറച്ച രീതിയിൽ ശബ്ദമുയർത്തി. അദ്ദേഹം പറഞ്ഞതാണ്, ബി നോട്ട് അഫ്രൈഡ്, ഭയക്കേണ്ട ആവശ്യമില്ല. വാസ് ഇറ്റ് സോ സിമ്പിൾ ഓസ് ഓൾ ദാറ്റ്? അതത്ര എളുപ്പമായിരുന്നു. വാസ് ഇറ്റ് സോ സിമ്പിൾ? നോട്ട് ക്വയറ്റ്. ക്വയറ്റ് മീൻസ് കംപ്ലീറ്റ്ലി, അശേഷമല്ല, അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ആൻഡ് യെറ്റ്, എന്നിട്ടും fear builds its phantoms which are more fearsome than reality itself, and reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. എന്നാലും fear builds its phantoms, illusion, here a kind of terror, ഒരു ഭീതി, അല്ലേ, പേടിപ്പിക്കുന്ന എന്തിനെങ്കിലുമൊക്കെ ഫാൻറ്റംസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇല്യൂഷൻസ്, അല്ലേ, ചില തോന്നലുകളെയൊക്കെ ഫാൻറ്റം എന്ന് പറയാം. ഇവിടെ ഭീതി അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഇല്യൂഷൻസ് ഉണ്ടാക്കുന്നു. ആ ഇല്യൂഷൻസാണ്, ആ തോന്നലുകളാണ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ്സെൽഫ്. ഇല്യൂഷൻസ് ആർ മോർ ഫിയർഫുൾ ദാൻ ദ ആക്ച്വൽ റിയാലിറ്റി. യാഥാർത്ഥ്യത്തെക്കാൾ ഏറ്റവും പേടിപ്പെടുത്തുന്നത് അതിൻ്റെ തോന്നലുകളാണ്. യാഥാർത്ഥ്യം ഒരുപക്ഷെ ഭയപ്പെടേണ്ട ഒരു കാര്യമാവില്ല, പക്ഷേ അതിനെക്കുറിച്ച് ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നാൽ അത് പ്രശ്നം തന്നെയാണ്. ആൻഡ് റിയാലിറ്റി, യാഥാർത്ഥ്യമാണെങ്കിൽ വെൻ കാംലി അനലൈസ്ഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി ആക്സെപ്റ്റഡ്, യാഥാർത്ഥ്യമാകട്ടെ നമ്മൾ വളരെ ശാന്തമായിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ആ പ്രശ്നത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇറ്റ്സ് കോൺസിക്വൻസസ്, അതിൻ്റെ പരിണത ഫലങ്ങൾ വില്ലിംഗ്ലി ആക്സെപ്റ്റഡ്, ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ സ്വീകരിച്ചാൽ, അല്ലേ, എന്ത് പരിണതഫലം വന്നാലും അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ, ലൂസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ. ഇപ്പോൾ പേടിയുടെ ഒരു കാര്യം തന്നെ ഉണ്ടാവില്ല, അതിൻ്റെ ആ ടെറർ, അതിൻ്റെ ആ ഭീകരത നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ പേടിയുടെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ തോന്നലുകളാണ് പേടി കൂടുതൽ ഉണ്ടാകുന്നത്. ആക്ച്വലി പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ്. സോ സഡൻലി ആസ് ഇറ്റ് were, that black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. Suddenly, as it were, that black pall of fear, pall മേലങ്കി, ഒരു കവറിങ്ങിനെയാണെന്ന് പറയുക, അല്ലെങ്കിൽ എ ക്ലോത്ത് ലൈഡ് ഓവർ എ കഫിൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ടൂമ്പിൻ്റെ മുകളിൽ, ഒരു ഡെഡ് ബോഡിയുടെ മുകളിൽ, അല്ലെങ്കിൽ ഒരു ശവമഞ്ചത്തിൻ്റെ മുകളിൽ വിരിക്കുന്ന തുണിയെയൊക്കെ പോൾ എന്ന് പറയാറുണ്ട്. ഇവിടെ എന്തിൻ്റെ മേലങ്കിയാണ്? പോൾ ഓഫ് ഫിയർ ആണ്. വാസ് ലിഫ്റ്റഡ് ഫ്രം ദ പീപ്പിൾസ് ഷോൾഡേഴ്സ്, ആളുകളുടെ ചുമലിൽ നിന്ന് ഭയത്തിൻ്റേതായിട്ടുള്ള മേലങ്കി അഴിച്ചു മാറ്റപ്പെട്ടു, അല്ലേ, പെട്ടെന്ന് തന്നെ അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. നോട്ട് ഹോളി ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ആ ഭയത്തിൻ്റേതായ മേലങ്കി കംപ്ലീറ്റ് ആയിട്ട് മാറ്റപ്പെട്ടില്ല, ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി, വലിയൊരു തോതിൽ മാറ്റപ്പെട്ടു എന്നാണ്. അമേസിങ്, ആശ്ചര്യജനകമായ രീതിയിൽ മാറ്റപ്പെട്ടു. ആസ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്, so truth follows fearlessness. Fear is the closest friend of falsehood. അറിയാമല്ലേ, പേടി എന്ന് പറയുന്നത് കാപട്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതായത് പേടിയുള്ളവനാണ് കാപട്യം കാണിക്കുന്നത്. ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്, സത്യം ഭയമില്ലായ്മയെ പിന്തുടരുന്നു. ഭയമില്ലാത്തവന് സത്യം പറയാൻ യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല. The Indian people did not become much more truthful than they were. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്ത്യക്കാർ, they did not become much more truthful. അവർ പണ്ടെങ്ങനെയായിരുന്നോ അതിനേക്കാൾ കൂടുതൽ സത്യസന്ധരായിട്ടൊന്നുമില്ല. Nor did they change their essential nature overnight. മാത്രവുമല്ല, nor did they change their essential nature, അവരുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം അത് ഒറ്റ രാത്രി കൊണ്ട് മാറിയിട്ടുമില്ല. Nevertheless, എന്നിരുന്നാലും എ sea change was visible as the need for falsehood and furtive behavior lessened. എന്നിരുന്നാലും ഒരു വലിയ മാറ്റം, എ sea change, ഒരു സമൂലമായ മാറ്റം, വലിയ ഒരു മാറ്റം സംഭവിച്ചു. is visible as the need for falsehood and furtive behavior lessened. അതായത് എങ്ങനത്തെ മാറ്റമാണ്? ആളുകളുടെ ഈ കള്ളത്തരത്തിൻ്റെയും അതുപോലെ കാപട്യത്തിൻ്റെയും ആവശ്യം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഗാന്ധിജി കുറച്ചെങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതുകൊണ്ട് ഫാൾസ്ഹുഡിനെയും ഫേർട്ടീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്തി ബിഹേവിയർ, ഈ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഫേർട്ടീവ്, കള്ളന്മാരെ പോലെയുള്ള സ്വഭാവം, അതെല്ലാം കുറയ്ക്കപ്പെട്ടു. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്, മാനസികമായിട്ടുള്ള
മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു അത്. Almost as if some expert in psychoanalytical method had probed deep into the patient's past, found out the origins of his complexes, exposed them to his view, and thus rid him of that burden. അപ്പോൾ അത് ശരിക്കും എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്, ഒരു മാനസികമായ മാറ്റമാണ്. ഏതുപോലെ? ഓൾമോസ്റ്റ് ആസ് ഇഫ്, അതുപോലെ സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്, ഈ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ. എന്താണ് ഈ സൈക്കോ അനലിറ്റിക്കൽ? ഒരാളുടെ സ്വഭാവം, എന്തെങ്കിലും ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാളുടെ പാസ്റ്റുകളിലൂടെ കടന്നുപോയി അയാളുടെ പാസ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ഇപ്പോഴത്തെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടുന്ന ആ ഒരു രീതി, അതാണ് സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് അല്ലേ. അയാളുടെ ജീവിത സാഹചര്യങ്ങളെ അനലൈസ് ചെയ്തിട്ട് അയാളുടെ പ്രശ്നം കണ്ടെത്തുക. അങ്ങനെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൈക്കോളജിസ്റ്റിനെ പോലെ അങ്ങനെ ഹാഡ് പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്, പ്രോബ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെ, അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനാണ് പ്രോബിങ് എന്ന് പറയുന്നത്. അന്വേഷിച്ച് പോവുക, പ്രോബ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്. സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ പാസ്റ്റിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അന്വേഷിച്ച് പോയി ഫൗണ്ട് ഔട്ട് ദ ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ്, അവൻ്റെ കോംപ്ലക്സസിൻ്റെ അതായത് പ്രോബ്ലംസിൻ്റെ ഒറിജിൻ, ഉത്ഭവം കണ്ടെത്തുക. എന്നിട്ടോ എക്സ്പോസ് ദം ടു ഹിസ് വ്യൂ, ആ പ്രശ്നം എന്താണെന്ന് എക്സ്പോസ് മീൻസ് ഷോ ദ പ്രോബ്ലംസ് ടു ദാറ്റ് പേഷ്യൻ്റ് അല്ലേ, ആ പേഷ്യൻറ്റിന് ആ ഒരു പ്രശ്നം കാണിച്ചു കൊടുക്കുക. ആൻഡ് ദസ് റിഡ് ഹിം ഓഫ് ദാറ്റ് ബേർഡൻ, എന്നിട്ട് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ ഇതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? റിഡ് ഹിം ഓഫ്, അവനെ അതിൽ നിന്ന് മോചിപ്പിക്കുക. ഫ്രീ ഹിം ഓഫ് ദാറ്റ് ബേർഡൻ, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുക. ആ ഒരു മെത്തേഡാണ് ഗാന്ധിജി ഉപയോഗിച്ചത് ടു ചേഞ്ച് ദ പീപ്പിൾ ഇൻ ഇന്ത്യ. ദർ വാസ് ദ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ. ഇപ്പോൾ സൈക്കോളജിക്കൽ മെത്തേഡാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു, സൈക്കോളജിക്കൽ ചേഞ്ച് സംഭവിച്ചു. അതുപോലെ തന്നെ അവിടെ ഒരു സൈക്കോളജിക്കൽ റിയാക്ഷനും ഉണ്ടായിരുന്നു, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലേ. എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിച്ചത്? എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ. അവർക്ക് മനസ്സിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഇന്ത്യക്കാർക്ക്. അവർക്ക് ഷെയിമാകാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ, ഒരു ലജ്ജ. അറ്റ് അവർ ലോങ് സബ്മിഷൻ, ഒരുപാട് കാലമായിട്ട് വി ഹാവ് ബീൻ സറണ്ടേഡ് ടു ആൻ ഏലിയൻ റൂൾ അല്ലേ. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണ്, ഗിവ് ഇൻ എന്നൊക്കെ പറയാം അല്ലേ, കീഴടങ്ങി പോവുക. ടു ദാറ്റ് ഏലിയൻ റൂൾ, ഫോറിൻ റൂൾ, വിദേശ ഭരണത്തിന് കീഴടങ്ങി ജീവിക്കുന്നതിൽ ഒരു ഷെയിം തോന്നി. ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് അസ്. ആ ഫോറിൻ റൂൾ എങ്ങനെയായിരുന്നു? നമ്മളെ ഡീഗ്രേഡ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ നമുക്ക് എന്തായി, നമ്മളെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു, അവഹേളിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു ഷെയിം തോന്നി. ആൻഡ് എ ഡിസയർ ടു സബ്മിറ്റ് ലോ ലോങ്ങർ. ഇനി അങ്ങോട്ട് ഒരു തലത്തിലും തങ്ങൾ എന്ത് ചെയ്യില്ല, സബ്മിറ്റ് ചെയ്യില്ല, കീഴടങ്ങില്ല എന്ന് പറയാനുള്ളൊരാഗ്രഹം അവർക്കുണ്ടാവുകയാണ്. ഒരിക്കലും കീഴടങ്ങില്ല. എങ്ങനെയാണെങ്കിൽ വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, പരിണിത ഫലങ്ങൾ എന്തു തന്നെയായാലും ഇനി കീഴടങ്ങില്ല എന്നവർ വിചാരിക്കുകയാണ്. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ, പെർഹാപ്സ് എന്നാണ് പറയുന്നത്, പെർഹാപ്സ് ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി. ഒരുപക്ഷെ നമ്മൾ മുമ്പത്തേക്കാൾ സത്യസന്ധരായില്ല അല്ലേ. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ പെർഹാപ്സ് ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലൊന്നും നമ്മൾ ഒരുപക്ഷെ ട്രൂത്ത്ഫുൾ ആയിട്ടില്ല. എന്നാലും ഗാന്ധി വാസ് ഓൾവേസ് ദർ ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് ടു പുൾ us up ആൻഡ് ഷെയിം us into truth. പക്ഷേ ഗാന്ധി വാസ് ഓൾവേസ് ദർ, ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ? ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധത, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടോ ടു പുൾ us up. ടു പുൾ അപ്പ് someone മീൻസ് ടു ക്രിറ്റിസൈസ് someone, ഒരാളെ ശാസിച്ച് നേരെയാക്കുക, അതിനെയാണ് പുൾ us up എന്ന് പറയുന്നത്, ശാസിക്കുക. ആൻഡ് ഷെയിം us into truth. What is shame somebody into something means? To induce somebody to do something by making them feel ashamed of not to do it. ഒരാളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, make them feel ashamed not to do it. അത് ചെയ്തില്ലെങ്കിൽ മോശമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ്
ഷെയിം സംബഡി ഇൻ ടു സംതിങ് എന്ന് പറയുക അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഷെയിം അസ് ഇൻ ടു ട്രൂത്ത് മീൻസ് ഹി മെയ്ഡ് ഫീൽ അഷെയിംഡ് ഓഫ് അവർ സെൽഫ് ടു അറ്റാച്ച് അസ് ടു ട്രൂത്ത്. നമ്മളെ സത്യത്തോട് ബന്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നമുക്ക് ആഹ്വാനം നൽകുകയാണ് അല്ലേ. സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇഫ് വി ഡു നോട്ട് ടെൽ ദ ട്രൂത്ത് ഇറ്റ് ഈസ് ഷെയിം എന്നുള്ള രീതിയിൽ അദ്ദേഹം ശാസിച്ചു. എന്നിട്ട് നെഹ്റു ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രൂത്ത്? ഐ ഡു നോട്ട് നോ ഫോർ സർട്ടൻ. എന്താണ് സത്യം എന്ന് നെഹ്റു ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന് അതറിയില്ല എന്ന്. ആൻഡ് പെർഹാപ്സ് അവർ ട്രൂത്ത്സ് ആർ റിലേറ്റീവ്. നമ്മുടെ സത്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റീവ് അല്ലേ, ആപേക്ഷികമാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ സത്യമല്ല മറ്റൊരാളുടെ സത്യം. ആൻഡ് ആബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് us. യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം അപ്പുറത്താണ്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് അല്ലേ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ, രണ്ട് ഓക്സിലറീസ് കാണാം. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് അല്ലേ. വ്യത്യസ്തങ്ങളായ ആളുകൾ, വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ മേ ആൻഡ് ഡു അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുന്നു. ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് അല്ലേ. ചിലർക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, അല്ല ഉറപ്പായിട്ടും ചിലർക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മേ ആൻഡ് ഡു. മേ എന്ന് പറയുന്നത് ചാൻസ് ആണ്. ഡു ടേക്ക് മീൻസ് ഒരു എംഫസൈസ് ആണ്. തീർച്ചയായിട്ടും വ്യൂസ് ഉണ്ട്. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. എന്തായാലും ഓരോ വ്യക്തിയും ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ, വളരെ ശക്തിയായി തന്നെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ അല്ലേ, അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനാൽ, അതുപോലെ തന്നെ അവന് കിട്ടിയ ട്രെയിനിങ്, വളർന്നു വരുമ്പോൾ കിട്ടിയ ടീച്ചിങ്സ്, അതുപോലെ തന്നെ ഇമ്പൾസസ്. പ്രചോദനമാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൾപ്രേരണകൾ. ഡിസയേഴ്സ് ഫ്രം ഇൻസൈഡ്, പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ആഗ്രഹങ്ങളുണ്ട്, അതിനെ ഇമ്പൾസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരാളുടെ സത്യത്തെ സ്വാധീനിക്കും. സോ ഓൾസോ ഗാന്ധി. അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധിജിയുടെ കാര്യവും. സത്യം എന്നതിന് ഒരു നിർവചനം കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഓരോരുത്തരുടെയും സത്യമെന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ എന്തൊക്കെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ കണ്ടതാണ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഫൗണ്ട് ദാറ്റ് ട്രൂത്ത്സ് ആർ റിലേറ്റീവ് അല്ലേ. സത്യങ്ങൾ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെ ആ ഒരു നിർവചനം മാറിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ സത്യം മറ്റൊരാൾക്ക് സത്യമായിക്കൊള്ളണമെന്നില്ല അല്ലേ. അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, അവൻ്റെ ഇമ്പൾസസ് അതായത് ആഗ്രഹങ്ങൾ എല്ലാം അവൻ്റെ സത്യത്തെ ബാധിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഗാന്ധിയുടെയും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ട്രൂത്ത് എന്ന് പറയുന്നത് വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. അവന് സത്യമാണെന്ന് ഫീൽ ചെയ്യുന്ന അല്ലേ, അവൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുന്ന, അതുപോലെ തന്നെ അവന് സത്യമെന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ അറിവാണല്ലോ സത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെ അറിയുന്നതും അതുപോലെ തന്നെ അവനുള്ളിൽ ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ളത് എന്താണോ, സത്യമായിട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ളത് എന്താണോ അതാണ് സത്യം. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത് ആസ് ഗാന്ധി ഡസ്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഈ ഒരു ഡെഫിനിഷൻ കണക്കിലെടുത്താൽ, ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത്. എനിക്ക് മറ്റൊരു വ്യക്തിയെയും അറിയില്ല. ഏത് വ്യക്തി? ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത്. സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെയും എനിക്കറിയില്ല. ആരെപ്പോലെ? ആസ് ഗാന്ധി ഡസ്. ദാറ്റ് ഈസ് ആസ് ഗാന്ധി ഹോൾഡ്സ് ടു ദ ട്രൂത്ത്. ഗാന്ധിയെപ്പോലെ സത്യം മുറുകെ പിടിച്ച മറ്റൊരു വ്യക്തിയെയും എനിക്കറിയില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. നെഹ്റു പറയുകയാണ്, ദാറ്റ് ഈസ്, ദാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രൂത്താണ്. ട്രൂത്ത് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി. പറയുന്നത് സത്യസന്ധത എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഒരു രാഷ്ട്രീയക്കാരനെ, പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ്. സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ, അതായത് നിഷ്കു, എന്ത് ചെയ്യും? അവൻ്റെ മനസ്സിലുള്ളതെല്ലാം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്പീക്ക് ഔട്ട് ചെയ്യും അല്ലേ, വിളിച്ചു പറയും. ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. മാത്രമല്ല, ആ പൊളിറ്റീഷ്യൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അതായത് അയാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽ
എന്തൊക്കെ മാറ്റങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത് എന്നും പബ്ലിക് കാണുന്നതാണ്, അല്ലേ, ജനങ്ങൾ കാണുന്നത്. അതായത് ദ പൊളിറ്റീഷ്യൻസ് വിൽ സ്പീക്ക് സംതിങ് ആൻഡ് ദേ വിൽ ആക്ട് എനിത്തിങ് എൽസ്. വേർഡ്സ് വിൽ നോട്ട് ബി ദ സെയിം ആസ് ദെയർ ആക്ട്സ്. അവരുടെ വാക്കുകൾക്കനുസരിച്ചായിരിക്കില്ല പിന്നീടുള്ള പ്രവൃത്തി. സത്യം എന്ന് പറയുന്നത് ശരിക്കും പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. അതായത് ജനങ്ങൾ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ മാറുന്ന സ്വഭാവത്തെ, അവർ പറയുന്ന വാക്കുകളുടെ പിന്നീടുള്ള മാറ്റങ്ങളെ കണ്ട് മനസ്സിലാക്കുന്നവരാണ്, അല്ലേ. അവരുടെ വാക്കുമാറ്റം എങ്ങനെയാണെന്ന് പബ്ലിക്സിന് നന്നായിട്ട് അറിയാം. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. ദശലക്ഷക്കണക്കിന് ആളുകളെ ഗാന്ധിജി സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇൻ വേരിയിങ് ഡിഗ്രീസ്. ദാറ്റ് ഈസ് പല നിലയിൽ, അല്ലേ, പല നിലയിലായിട്ട്, അല്ലെങ്കിൽ ഡിഗ്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയസ് എമൗണ്ട്സ് അല്ലെങ്കിൽ വേരിയസ് വേയ്സ്, പല വിധത്തിൽ, പല വഴിയിൽ എന്നൊക്കെ അർത്ഥമുണ്ട് ഡിഗ്രിക്ക്, അല്ലേ. എമൗണ്ട് അല്ലെങ്കിൽ വേയ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ആളുകളെ ഗാന്ധിജി പല രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ട്, പല അളവിലും സ്വാധീനിച്ചിട്ടുണ്ട്. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്സ്. ദാറ്റ് ഈസ് സം പീപ്പിൾ, ചില ആളുകൾ അവർ മാറിയിട്ടുണ്ട്. ദ ഹോൾ ടെക്സ്ചർ, the essential qualities of some people have totally changed. അവരുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം തന്നെ ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിനാൽ മാറിയിട്ടുണ്ട്. ടെക്സ്ചർ എന്നുള്ളതിന് കോമ്പോസിഷൻ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്, അല്ലേ. രൂപഭാവങ്ങൾ അല്ലെങ്കിൽ ഗുണം എന്നൊക്കെ പറയാം. ദ എസെൻഷ്യൽ ക്വാളിറ്റി എന്നാണ് ഇവിടെ അർത്ഥം. അതേഴ്സ് വെർ ഓൺലി പാർഷ്യലി അഫക്റ്റഡ്. മറ്റു ചിലർക്കാണെങ്കിലോ പകുതി മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, ഗാന്ധിജിയുടെ വാക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൂ. ഓർ ദ ഇഫക്റ്റ് വോർ ഓഫ്. ചിലരിൽ ആണെങ്കിലോ ദ ഇഫക്റ്റ് ഓഫ് ഗാന്ധിജി വോർ ഓഫ്. വോർ ഓഫ് എന്നുള്ളത് വെയർ ഓഫ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസാണ്, ഒരു ഫ്രേസൽ വെർബാണ് വെയർ ഓഫ്. വെയർ ഓഫ് മീൻസ് ഡിസപ്പിയർ. സോ ചിലരെ ഭാഗികമായിട്ട് സ്വാധീനിച്ചു, ചിലരെ തീരെ സ്വാധീനിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഡിസപ്പിയേർഡായി, സ്വാധീനമില്ലാതായി എന്നാണ് പറയുന്നത്. ആൻഡ് യെറ്റ് നോട്ട് ക്വൈറ്റ്. QUITE. ക്വൈറ്റ് മീൻസ് കംപ്ലീറ്റ്ലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടൊന്നുമില്ല. ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷേക്കൺ ഓഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ, ബിക്കോസ് എന്നാണ് ഇവിടെ അർത്ഥം, കൺജങ്ഷനാണ്. സം പാർട്ട് ഓഫ് ഇറ്റ്, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിലെ ചില ഭാഗങ്ങൾ, കുഡ് നോട്ട് ബി ഹോളി ഷേക്കൺ ഓഫ്, അതിനെ കംപ്ലീറ്റ് ആയിട്ട്, ഹോളി ആയിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. Different people reacted differently and each will give his own answer to this question. വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും അവനവൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു നിലപാടിന്, ഗാന്ധിജിയുടെ നിലപാടിനോട് റിയാക്ട് ചെയ്തത്. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. കോൾ ഓഫ് ആക്ഷൻ, കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആഹ്വാനം എന്നൊക്കെയാണ് അർത്ഥം, അല്ലേ. ഒരു കാര്യം ആഹ്വാനം ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൾ ഓഫ് ആക്ഷൻ രണ്ട് തരത്തിലായിരുന്നു, ടു ഫോൾഡ്, ടു കൈൻഡ്സ്. ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ദർ വാസ് ഓൾസോ ദ ആക്ഷൻ വിച്ച് ലെഡ് us ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. രണ്ട് രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നു. ആദ്യത്തേത് എന്തായിരുന്നു? ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ആദ്യത്തെ ആഹ്വാനം മറ്റൊന്നുമായിരുന്നില്ല, ടു ചലഞ്ച്, അല്ലേ, വെല്ലുവിളിക്കുക, ആൻഡ് റെസിസ്റ്റ്, എതിർക്കുക. എന്തിനെ? ഫോറിൻ റൂളിനെ. ഹിസ് ഫസ്റ്റ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു റെസിസ്റ്റ് ആൻഡ് ചാലഞ്ച് ദ ഫോറിൻ റൂൾ. ആൻഡ് ദ നെക്സ്റ്റ്, അടുത്തത് എന്തായിരുന്നു? ദ സെക്കൻഡ് വൺ, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. നമ്മുടെ തന്നെയായിട്ടുള്ള സാമൂഹ്യ അനീതികൾക്കെതിരെ പോരാടുക. അപ്പാർട്ട് ഫ്രം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് കോൺഗ്രസ്, ദ ഫ്രീഡം ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം, നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്, ബേസിക് എയിം ഓഫ് കോൺഗ്രസ്, അല്ലെ, കോൺഗ്രസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്നതാണ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ. അതായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്രീഡം ഓഫ് ഇന്ത്യ ആയിരുന്നു ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എങ്കിലും അപ്പാർട്ട് ഫ്രം, അതുകൂടാതെ, ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, അല്ലേ, എങ്ങനെയാണ് ഫ്രീഡം നേടേണ്ടത്, ദ മെത്തേഡ്, ആ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം. ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, സമാധാനപൂർവമായിരിക്കണം. The principal planks of Congress were national unity, which involved in solution
of the minority problems and rising of the depressed classes and ending of the curse of untouchability. സമാധാനമാർഗേയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നതിലുപരിയായിട്ട് ദ പ്രിൻസിപ്പൽ പ്ലാങ്ക്സ് എന്ന് വെച്ചാൽ പലക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. ശരിക്ക് ലിറ്ററൽ മീനിങ് പലക എന്നാണ്. ഇവിടെ പോളിസി, നയങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ മറ്റ് നയങ്ങൾ എന്തായിരുന്നു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യമാണ്. ആ ദേശീയ ഐക്യത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? വിച്ച് ഇൻവോൾവ് ദ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ്. അവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ വേണം. ആൻഡ് റൈസിങ് ഓഫ് ഡിപ്രസ് ക്ലാസസ്. റൈസ്, ആരെങ്കിലും ഒരാളെ റൈസ് ചെയ്യുക എന്നാണ് എന്താർത്ഥം? ഉയർത്തുക എന്നാണ്. പാവങ്ങളുടെ ഡിപ്രസ്ഡ് ക്ലാസസ് അല്ലേ, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉദ്ധാരണം, അവരെ കൈപിടിച്ച് കയറ്റുക, അവരുടെ ഉന്നമനം. ഇപ്പോൾ മൈനോറിറ്റി പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ, ഡിപ്രസ് ക്ലാസസിൻ്റെ റൈസിങ്, അതുപോലെ തന്നെ ദ എൻഡിങ് ഓഫ് ദ കേസ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്നുള്ള ശാപത്തിൻ്റെ അവസാനം, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക. ഇപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇതുൾക്കൊള്ളുന്ന നാഷണൽ യൂണിറ്റി അല്ലേ, എല്ലാവർക്കും തുല്യത എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അതും കൂടി കോൺഗ്രസിൻ്റെ ലക്ഷ്യമായിരുന്നു. Realizing that the main purpose of British rule were fear, prestige, the cooperation of the people, and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations. Props means supports. Realizing that the main purpose of British rule were, ബ്രിട്ടീഷ് ഭരണത്തിനെ താങ്ങി നിർത്തുന്നത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, റിയലൈസ് എന്ന് തിരിച്ചറിയുക എന്നാണ്. റിയലൈസിങ് ദാറ്റ് ദ മെയിൻ പർപ്പസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വെയർ, എന്തൊക്കെയാണ് ബ്രിട്ടീഷ് റൂളിനെ താങ്ങി നിർത്തുന്നത്? ഫിയർ, അവരോടുള്ള ഭയം. പ്രസ്റ്റീജ്, ദാറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് പ്രസ്റ്റീജ് ടുവേർഡ്സ് ബ്രിട്ടീഷ് റൂൾ, അവരുടെ ഭരണത്തിൽ എന്തോ ഒരു മഹത്വമുണ്ടെന്നുള്ള ഒരു തോന്നൽ. ദ കോഓപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ, ബ്രിട്ടീഷുകാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ അനുസരിക്കുക, അവരോടുള്ള സഹകരണം. പിന്നെ ആൻഡ് സർട്ടൻ ക്ലാസസ് ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വർ സെൻറ്റഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ, അതുപോലെ തന്നെ ചില വിഭാഗം ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് എന്തുണ്ട്? ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, അവർക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സം പേഴ്സണൽ ഇൻട്രസ്റ്റ്സ്, ദോസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് വർ സെൻറ്റഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ എന്നാണ്. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് നേട്ടമുണ്ടാക്കുന്ന ചില വിഭാഗങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ അല്ലേ, ബ്രിട്ടീഷ് റൂൾ ഇവിടെ ഉണ്ടെങ്കിലാണ് നേട്ടം എന്ന്, അതിൽ നിന്ന് നേട്ടം കൊയ്യുന്ന ചില സ്ഥാപിത താല്പര്യങ്ങൾ, സ്വാർത്ഥ ചിന്ത ഉള്ളവർ, ഇവരൊക്കെയാണ് ബ്രിട്ടീഷ് റൂളിനെ ഇന്ത്യയിൽ താങ്ങി നിർത്തിയിരുന്നത്. ഗാന്ധി അറ്റാക്ക് ദീസ് ഫൗണ്ടേഷൻസ്, ഗാന്ധിജി ചെയ്തത് ഈ അടിത്തറകളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ടൈറ്റിൽസ് were to be given up, and though the title holders responded to this only a small measure, the popular respect for these British given titles disappeared. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഓരോരുത്തർക്കും ഓരോ പദവിയൊക്കെ കൊടുക്കുമല്ലേ, സർ എന്നൊക്കെ പദവി കൊടുക്കാറുണ്ട്, പലതരത്തിലുള്ള പദവി കൊടുക്കാറുണ്ട്, ചില ടൈറ്റിൽസ് ഒക്കെ കൊടുക്കാറുണ്ട്. ആ ടൈറ്റിൽസ് എല്ലാം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് ദോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ടഡ് ടു ദിസ് ഓൺലി ഇൻ സ്മോൾ മെഷർ, ഏതായാലും ഓൾറെഡി ടൈറ്റിൽ കിട്ടിയ ആളുകൾ, പദവി ലഭിച്ച ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഇതിനോട് റെസ്പോണ്ട് ചെയ്തുള്ളൂ എങ്കിലും, അതായത് അവർക്ക് കിട്ടിയ ടൈറ്റിലൊന്നും അവരെടുത്ത് കളയാൻ തയ്യാറായില്ല അല്ലേ. എന്നാലും ദ പോപ്പുലർ റെസ്പെക്ട് ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൻ ടൈറ്റിൽസ് ഡിസപ്പിയർഡ്, ആളുകൾക്കിടയിലൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഈ ബ്രിട്ടീഷ് ടൈറ്റിൽസിനോട്. ആ ഒരു റെസ്പെക്റ്റ് അതില്ലാതായി, ഡിസപ്പിയർഡ്. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെർ സെറ്റപ്പ്, പുതിയ സ്റ്റാൻഡേർഡ്സും പുതിയ മാനദണ്ഡങ്ങളും പുതിയ മൂല്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്യപ്പെട്ടു. ആൻഡ് പോംപ് എന്ന് വെച്ചാൽ ആർഭാടം എന്നാണല്ലേ. പോംപസ് പേഴ്സൺ, ഷോ ഓഫ് കാണിക്കുന്ന ആളുകളെയൊക്കെയാണ്. മാഗ്നിഫിസൻസ്, ലാവിഷ്നെസ് ഒക്കെ കാണിക്കുന്ന ആളുകളാണ് പോംപസ് എന്ന് പറയുക. പോംപ് നൗണാണ്, വേണമെങ്കിൽ പകിട്ട്, മാഗ്നിഫിസൻസ് അല്ലെ, ആർഭാടം എന്നൊക്കെ പറയാം. ആൻഡ് സ്പ്ലെൻഡർ, ഉത്കൃഷ്ടത. ഗ്രാൻഡ് ആൻഡ് ഇംപ്രസീവ് ബ്യൂട്ടി, സ്പ്ലെൻഡർ. ഓഫ് വൈസർഗൽ കോട്ട്, ആർഭാടവും അതുപോലെ തന്നെ ഈ വൈസർഗൽ കോട്ടിൻ്റെ, അതായത് വൈസ്രോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. ആ കോർട്ടിൻ്റെ, വൈസർഗൽ കോർട്ടിൻ്റെയും അതുപോലെ തന്നെ പ്രിൻസസ്, രാജകുമാരൻ, ദോസ് ഹു ബിലോങ് ടു റോയൽ ഫാമിലി, അങ്ങനെ അവരുടെയൊക്കെ സ്പ്ലെൻഡർ, അതുപോലെ പോംപ്, അവരുടെ ആർഭാടവും ഉത്കൃഷ്ടതയും എല്ലാം അപ്പിയേർഡ് സുപ്രീംലി റിഡിക്യുലസ്. ഇന്ത്യക്കാരുടെ കണ്ണിൽ അത് വളരെ റിഡിക്യുലസ് ആയിട്ട് ആയിത്തീരുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിച്ചു ഗാന്ധിജി. റിഡിക്യുലസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിഹാസ്യമായിട്ട്, കണ്ടംച്വസ് അല്ലേ.
സുപ്രീംലി റിഡിക്കുലസ്, അങ്ങേയറ്റം പരിഹാസ്യമായിട്ട് ഇതിനെയെല്ലാം ഇന്ത്യക്കാർ കാണാൻ തുടങ്ങി. ഇവിടെ ഒരു ഭാഗത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്ന മറ്റുള്ളവർ ആർഭാടവും ഉത്കൃഷ്ടതയും കാണിച്ച് മറ്റുള്ള മുന്നിൽ ഇങ്ങനെ ആളായി നിൽക്കുകയാണ്. അപ്പോൾ അതിനോടൊക്കെയുള്ള ഒരു ജനങ്ങളുടെ അഭിനിവേശം കുറഞ്ഞു വരികയാണ്. റിച്ച് മെൻ വെർ നോട്ട് സോ ആങ്ഷ്യസ് ടു ഫ്ലോൺ ദെയർ റിച്ചസ്. അവിടെയുള്ള ധനികർ ദേ വെർ നോട്ട് സോ ആങ്ഷ്യസ്, അവരത്ര ഉത്കണ്ഠയൊന്നും കാണിച്ചില്ല. എന്തിന്? ടു ഫ്ലോൺ മീൻസ് ഷോ, എക്സിബിറ്റ് വാനിറ്റി. തൻ്റെ ആ സമ്പത്ത് പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് ഷോ ഓഫ് എന്ന് പറയില്ലേ, ആ സംഭവം തന്നെ. ഫ്ലോൺ ദെയർ റിച്ചസ്, അവർ സാധാരണക്കാരെ പോലെ ജീവിച്ചു, അല്ലാണ്ട് ആർഭാടങ്ങളൊന്നും കാണിച്ചില്ല, റിച്ച്നെസ് പുറത്ത് കാണിച്ചതൊന്നുമില്ല. ഔട്ട്വേർഡ്ലി അറ്റ്ലീസ്റ്റ് പുറത്തെങ്കിലും മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപ്ലർ വേയ്സ്. പലരും സിംപ്ലിസിറ്റി അഡോപ്റ്റ് ചെയ്തു, സിമ്പിളായിട്ടുള്ള ജീവിത രീതി അവർ അഡോപ്റ്റ് ചെയ്തു. ആൻഡ് ഇൻ ദ ഡ്രസ്, വസ്ത്രങ്ങളിൽ became almost indistinguishable from humbler folk. Common people. Indistinguishable, not capable of being discriminated. വ്യത്യാസപ്പെടുത്താൻ പറ്റാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, ദാറ്റ് ഈസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ അവരുടെ ഡ്രസ്സ് ഏതാണ്ട് ആരെ പോലെ തന്നെയായിരുന്നു, സാധാരണ ജനങ്ങളെ പോലെ തന്നെ അവർ വസ്ത്രം ധരിച്ചു, അല്ലാണ്ട് ആ റിച്ച്നെസ് ഒന്നും പുറത്ത് കാണിച്ചില്ല. He sent us to villages. Gandhiji sent the team, including Nehru, to the villages, and the countryside hummed with the activity of innumerable messengers of the new gospel of action. ആ ഗ്രാമപ്രദേശമാണെങ്കിലോ ഇറ്റ് ഹംഡ് വിത്ത്, ബിസ് എന്ന് വെച്ചാൽ ബിസി ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ ആ ഒരു കൺട്രി സൈഡ് നിറയെ ആക്ടിവിറ്റിയുടെ ഒരു ബഹളമായിരുന്നു. ആരാണ് ആ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്? വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ഇന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ്. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അസംഖ്യം, ഇന്യൂമറബിൾ, എ ഹ്യൂജ് നമ്പർ ഓഫ് മെസ്സഞ്ചേഴ്സ്, അവിടെ ഒരുപാട് മെസ്സഞ്ചേഴ്സ്, സന്ദേശകർ അവിടെ എത്തിയിട്ടുണ്ട്. ഓഫ് ന്യൂ ഗോസ്പൽ ഓഫ് ആക്ഷൻ. ഗോസ്പൽ സുവിശേഷം എന്നാണ് ശരിക്കുള്ള ലിറ്റററി മീനിങ്. പക്ഷേ ഇവിടെ ഐഡിയൽസ്, ആ ആശയങ്ങളുമായിട്ട്, സന്ദേശവുമായിട്ട്, ഇപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളുമായി ഒരുപാട് മെസ്സഞ്ചേഴ്സ് അവിടെ നിറഞ്ഞിരുന്നു. അവരുടെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദ പെസൻറ്റ് വാസ് ഷെയ്ക്കൺ അപ്പ്. അവിടെയുള്ള പാവപ്പെട്ടവർ, കർഷകർ, ദേ വർ ഷെയ്ക്കൺ അപ്പ് അല്ലേ, കുലുക്കി വിളിക്കുക, ഉണർത്തുക, അവൈക്കൻഡ് അല്ലേ. ദ പെസൻറ്റ് വാസ് ഷെയ്ക്കൺ അപ്പ് ആൻഡ് ഹി ബിഗാൻ ടു എമേഴ്സ് ഫ്രം ഹിസ് ഷെൽ. എന്നുവെച്ചാൽ അവൻ്റേതായിട്ടുള്ള ആ ഒരു ഷെല്ലിൽ നിന്ന് ഉണർന്ന് അവൻ പുറത്തേക്ക് വരാൻ ആരംഭിച്ചിരുന്നു. അവൻ്റെ ചിന്തകൾ ഒന്നുകൂടി വിശാലമായിരിക്കുന്നു. ദ ഇഫക്റ്റ് ഓൺ അസ് വാസ് ഡിഫറെൻറ്റ്. ഗാന്ധിജിയുടെ ടീച്ചിങ്സിൽ ഞങ്ങളിൽ ഉണ്ടാക്കിയ ഇഫക്റ്റ് അതെന്തായിരുന്നു? ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ബട്ട് ഈക്വലി ഫാർ റീച്ചിങ്. അതുപോലെ തന്നെ ദൂരവ്യാപകവുമായിരുന്നു. ഫാർ റീച്ചിങ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡ് അല്ലെങ്കിൽ ഡീപ്പ് അല്ലേ, വളരെ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഫോർ വി സോ, ഞങ്ങൾ കണ്ടു, ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് ഇറ്റ് വർ, ആദ്യം എന്നോണം അല്ലേ, ആദ്യത്തെ പ്രാവശ്യം എന്ന പോലെ, ദ വില്ലേജർ ഇൻ ദ ഇൻറ്റിമസി ഓഫ് ഹിസ് മഡ് ഹട്ട്. അവിടുത്തെ ഓരോ വില്ലേജേഴ്സിനും അവരുടെ മൺകൂര അല്ലേ, മഡ് ഹട്ടുമായിട്ടൊരു ഇൻറ്റിമസി. ദേ ലൗഡ് ദെയർ സ്മോൾ ഹൗസസ് ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ. അവരുടെ വീടിനോട് അവർക്ക് മുമ്പുണ്ടായിരുന്ന അവജ്ഞ ഇപ്പോൾ ഇല്ല, അതിനൊരു സ്നേഹം അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ, സ്റ്റാർക്ക് എന്ന് വെച്ചാൽ സിവിയർലി സിമ്പിൾ എന്നാണ് ശരിക്കുള്ള അർത്ഥം അല്ലേ, രൂക്ഷമായിട്ടല്ല. ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ ഓൾവേസ് പേഴ്സ്യൂയിങ് ഹിം. അവനെ ഓൾവേസ് പേഴ്സ്യൂയിങ് മീൻസ് ഫോളോയിങ്, അവനെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ വിശപ്പെന്ന ക്രൂരമായ നിഴൽ, രൂക്ഷമായിട്ടുള്ള ആ നിഴൽ, പട്ടിണിയിലായിരുന്നെങ്കിലും അവൻ്റെ മൺകൂരയോട് ആ വില്ലേജേഴ്സിന് അടുപ്പം തോന്നിയിരുന്നു. അതെന്തുകൊണ്ടാണ്? ആദ്യം തൻ്റെ സിമ്പിളായിട്ടുള്ള ലൈഫിനോട് ഒരുതരം അവജ്ഞയായിരുന്നു, പുച്ഛമായിരുന്നു. ലാവിഷ്നെസ്സിനോട് അവർക്ക് എന്തോ ഒരു മമത അല്ലെ, ഒരു അടിമത്ത ഭാവം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ദേ ബിഗാൻ ടു ലവ് ദെയർ ഓൺ മഡ് ഹട്ട് ഈവൻ ദോ ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് പ്രോപ്പർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. We learnt our Indian economics more from these visits than from books and learned discourses. അവിടെയുള്ള ടീം, അവിടെ എത്തിയ നെഹ്റു അടങ്ങുന്ന ടീം, we learnt, ഞങ്ങൾ പഠിച്ചു എന്ത്? അവർ ഇന്ത്യൻ ഇക്കണോമിക്സ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം, more from these visits, ഈ സന്ദർശനങ്ങളിൽ നിന്നാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനിടയായത്. ഏതിനേക്കാൾ? than from books and learned discourses, പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലേൺഡ് ഡിസ്കോഴ്സസ്.
ലേൺഡ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ബൈ കണ്ടീഷനിങ് അല്ലേ, എസ്റ്റാബ്ലിഷ് ബൈ ലേണിങ്. എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിങ്ങനെ പറയണതിനെ അവനവൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണതല്ല, പുസ്തകത്തിൽ നിന്നൊക്കെ പഠിച്ച് അവിടെ നിന്നൊക്കെ കേട്ട് പറയണതാണ് ലേൺഡ് ഡിസ്കോഴ്സസ്. ഇപ്പോൾ പുസ്തകങ്ങളിൽ നിന്നും ലേൺഡ് ഡിസ്കോഴ്സസിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് ഈ ഒരു വിസിറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി എന്നാണ്. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. അങ്ങനെ ഞങ്ങൾക്കുണ്ടായ ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഞങ്ങൾ കടന്നുപോയ ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ലേ, അത് എംഫസൈസ് ചെയ്യപ്പെട്ടു, അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അത് ഇമോഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് the mental training, the emotional training that they got from the teachings of Gandhiji. ആ ഗാന്ധിജിയുടെ പാഠങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു ഒന്നുകൂടി. ആൻഡ് ഹെൻസ്ഫോർത്ത് എന്നാൽ ഇനി അങ്ങോട്ട് അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് there could be no going back for us, ഞങ്ങൾക്ക് ഇനി ഒരു പിന്നോട്ട് പോക്കില്ല. എങ്ങോട്ടുള്ള പോക്കാണ്? ഗോയിങ് ബാക്ക് ഫോർ us to our old life or our old standards, ഞങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക്, പഴയ സ്റ്റാൻഡേർഡ്സിലേക്ക് അല്ലേ, മുമ്പുണ്ടായിരുന്ന ജീവിത രീതിയിലേക്ക് ഒരു തിരിച്ചു പോക്ക് ഇനി അങ്ങോട്ട് സാധ്യമല്ല. What was the idea of India which he was setting out to mold according to his own wishes and ideals? ഒരു ചോദ്യമാണ്. What was the idea of India? ഇന്ത്യ എന്ന ആശയം എന്തായിരുന്നു? Which he was setting out. Setting out means set out. ഒരു ഫ്രേസൽ വെർബാണ്. ബിഗിൻ എന്നർത്ഥം വരുന്ന, തുടക്കം കുറിക്കുക എന്നർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് set out. To mold. Mold means to shape according to his own wishes and ideals. So what was the idea of Gandhiji to mold India in accordance with his wishes? തൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തൻ്റെ മൂല്യങ്ങളും അനുസരിച്ച് അദ്ദേഹം തുടക്കം കുറിച്ച ഇന്ത്യ എന്ന ആശയം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഗാന്ധിജിയുടെ തന്നെയായിട്ടുള്ള വാക്കുകളിൽ ഇനി അങ്ങോട്ട് പറയുകയാണ്, എങ്ങനെയായിരിക്കണം ഇന്ത്യ? ഗാന്ധിജി പറയുന്നു, I shall work for an India in which the poorest shall feel that it is their country. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഗാന്ധിജി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹി ഷാൾ വർക്ക് ഫോർ എൻ ഇന്ത്യ ഇൻ വിച്ച് ദ പൂവറസ്റ്റ്, ഏറ്റവും പാവപ്പെട്ടവനും എന്ത് തോന്നണം? മസ്റ്റ് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദ കൺട്രി, ഇന്ത്യ അവരുടെ രാജ്യമാണെന്ന് അവർക്ക് തോന്നണം. ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാവ് ആൻ ഇഫക്റ്റീവ് വോയിസ്. ഇൻ ഹൂസ് മേക്കിംഗ് മീൻസ് ഇൻ ദ മേക്കിംഗ് ഓഫ് ദ കൺട്രി, ഇൻ ദ മേക്കിംഗ് ഓഫ് എ ന്യൂ ഇന്ത്യ. ദേ ഹാവ് മീൻസ് ദ പൂവറസ്റ്റ് ഓൾസോ ഷുഡ് ഹാവ് അല്ലേ, പാവപ്പെട്ടവന് പോലും വേണം എന്ത്? ആൻ ഇഫക്റ്റീവ് വോയിസ്, അവരുടേതായിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പാർട്ട് അവരും പ്ലേ ചെയ്യണം. ആൻ ഇന്ത്യ ഇൻ വിച്ച് ദർ ഷോൾ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ആൻ ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ് ഷോൾ ലീവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. ഇന്ത്യയിൽ അങ്ങനെ ഹൈ ക്ലാസ് ലോ ക്ലാസ് ഡിവിഷനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ്, എല്ലാ വിഭാഗങ്ങളും ഷോൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി, സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ദർ ക്യാൻ ബി നോ റൂം ഇൻ സച്ച് ആൻ ഇന്ത്യ, അവിടെ ഉണ്ടാകരുത്. ദർ ക്യാൻ ബി നോ സ്പേസ്. റൂം എന്നുള്ളതിന് സ്പേസ് എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ ചാൻസ് എന്നർത്ഥമുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. ഇൻ സച്ച് ആൻ ഇന്ത്യ ഫോർ ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി ഓർ ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. തൊട്ടുകൂടായ്മ എന്ന ശാപത്തിന്, അതുപോലെ ഇൻടോക്സിക്കേറ്റിംഗ് നമ്മുടെ ബോധത്തെ മന്ദീഭവിപ്പിക്കുന്ന ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് അല്ലേ, മദ്യവും അതുപോലെ മയക്കുമരുന്നുമെല്ലാം, അതിൻ്റെ എല്ലാം ശാപം, ഇൻടച്ചബിലിറ്റിയുടെ ശാപം, ഇതിനൊന്നും സ്ഥലമില്ലാത്ത, ഇതിനൊന്നും ചാൻസ് ഇല്ലാത്ത ഒരു ഇന്ത്യ. പിന്നെയോ വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ, സോ ഈക്വൽ റൈറ്റ് ഫോർ മെൻ ആൻഡ് വുമൻ, ജെൻഡർ ഈക്വാലിറ്റി. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഗാന്ധിജി പറഞ്ഞിരുന്നു, ഇതാണ് എൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ എന്ന്. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്, തൻ്റെ ഹിന്ദു പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയും അല്ലേ, പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ്, പൈതൃകം. ആസ് ഹി വാസ് ഹി ട്രൈ ടു ഗീവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ. അദ്ദേഹം ഹിന്ദുയിസത്തിന് കൊടുക്കാൻ ശ്രമിച്ചു ഒരു സാർവത്രികമായിട്ടുള്ളൊരു ലുക്ക് അല്ലേ, ഒരു സാർവത്രിക മാനം, പരിവേഷം ഹിന്ദുയിസത്തിന് കൊടുക്കാൻ അദ്ദേഹം അത്യന്തം ശ്രമിച്ചു. ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും സത്യത്തെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. സത്യം എന്നുള്ള ആ ഒരു മടക്കിൽ, ആ ഒരു ഫോൾഡിൽ എല്ലാ റിലീജിയൻസും ഉൾക്കൊള്ളണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു.
ഹി റെഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. എന്തൊക്കെയായാലും നാരോ മീൻസ് റെഡ്യൂസ്, കുറയ്ക്കുക. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പൈതൃകം, സാംസ്കാരിക പാരമ്പര്യം, അതിനെ റെഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. തൻ്റേതായ സംസ്കാരത്തെ വിട്ടുകളിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ കാണാം, അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്, ഗാന്ധിജി: ഇന്ത്യൻ കൾച്ചർ ഈസ് നീദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ ഹോളി. ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇതല്ല, നീദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ. ഹിന്ദുയിസമോ ഇസ്ലാമിക് കൾച്ചറോ ഒന്നുമല്ല, അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്നുമല്ല. ഇറ്റ്സ് എ ഫ്യൂഷൻ, ഇറ്റ്സ് എൻ അമൽഗം ഓഫ് ഓൾ. എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാമുണ്ട്. അഗെയിൻ ഹി സെഡ്, I want the culture of all lands to be blown about my house as freely as possible. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഐ വോണ്ട് ദ കൾച്ചർ ഓഫ് ഓൾ ലാൻഡ്സ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാ സംസ്കാരവും ഇവിടെ വേണം. ദ കൾച്ചർ ഓഫ് ഓൾ ലാൻഡ്സ് ടു ബി ബ്ലോൺ അബൌട്ട്, ഫ്ലൈ അറൗണ്ട്, അല്ലേ? എല്ലാ സംസ്കാരവും ഇവിടെ ഇങ്ങനെ പാറിക്കളിക്കണം. മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ, ആസ് ഫ്രീലി ആസ് പോസിബിൾ. സോ ഇൻ ഇന്ത്യ ഈച്ച് ആൻഡ് എവറി റിലീജൻ, all the community shall equally be treated. എല്ലാവരെയും ഒരുപോലെ, എല്ലാ സംസ്കാരത്തെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം ഇന്ത്യയിൽ. But I refuse to be blown off my feet anyway. ഞാൻ തുടച്ചു നീക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ബ്ലോ ഓഫ്, ഒരു എക്സ്പ്ലോസീവോ ആയുധമോ മറ്റോ കാരണമായിട്ട് നമ്മുടെ ശരീരഭാഗം എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഡിസ്കണക്റ്റ് ആവുകയാണെങ്കിൽ ബ്ലോ ഓഫ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹിസ് ലെഗ് വാസ് ബ്ലോൺ ഓഫ് ഇൻ എ ബോംബ് എക്സ്പ്ലോഷൻ. ബോംബ് സ്ഫോടനത്തിൽ അവൻ്റെ കാല് നഷ്ടപ്പെട്ടു. ഇവിടെ എന്താണ്? ഇവിടെ അദ്ദേഹത്തിൻ്റെ ചുവട് തുടച്ചു നീക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കൾച്ചറിനാൽ, ബൈ എനി എന്നാണ് പറഞ്ഞിട്ടില്ലേ, ബൈ എനി മീൻസ് ബൈ എനി കൾച്ചർ. ഹി ഡസൻറ്റ് വാണ്ട് ടു ബി ടേക്കൺ ബൈ എനി കൾച്ചർ. ഐ റെഫ്യൂസ് ടു ലിവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ് ആസ് ആൻ ഇൻ്റർലോപ്പർ, a beggar or a slave. എനിക്കതിന് ആഗ്രഹമില്ല. ടു ലീവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ്, മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കാൻ. എങ്ങനെ താമസിക്കാൻ? ആസ് ആൻ ഇൻ്റർലോപ്പർ. ഇൻ്റർലോപ്പർ മീൻസ് ഇൻട്രൂഡർ, ഒരു നുഴഞ്ഞുകയറ്റക്കാരനായിട്ട്. എ ബെഗർ, ഒരു യാചകനായി, അല്ലെങ്കിൽ ഒരു സ്ലേവ്, അടിമയായിട്ട് മറ്റൊരാളുടെ വീട്ടിൽ കടന്നുകൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട് കറൻറ്റ്സ്, he never let go of his roots and clung to them tenaciously. Influenced by modern thought currents, അദ്ദേഹം ആധുനിക ചിന്താസരണികളാൽ സ്വാധീനിക്കപ്പെട്ടാലും he never let go of his roots. let go of എന്ന് വെച്ചാൽ കൈവിടുക എന്നാണ് അർത്ഥം. സ്റ്റോപ്പ് ഹോൾഡിങ് സംതിങ്. he never let go of, അദ്ദേഹം ഒരിക്കലും കൈവിടാൻ തയ്യാറായില്ല. എന്ത്? his roots, അദ്ദേഹത്തിൻ്റെ വേരുകൾ. and clung to them tenaciously. clung to means hold very tightly. എന്തെങ്കിലും ഒരു കാര്യം മുറുകെ പിടിക്കുക, ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് to cling to them tenaciously എന്ന് പറഞ്ഞാലും എന്താണ്? unwilling to give up, കൈവിടാതിരിക്കുക, ഉറച്ചു പിടിക്കുക, അല്ലേ? ഒരു നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുക. അങ്ങനെ അദ്ദേഹം ഒരിക്കലും ആധുനിക ചിന്താസരണികളാൽ സ്വാധീനിക്കപ്പെട്ടാലും തൻ്റെ വേരുകളിൽ നിന്ന് പറിച്ച് നടപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തൻ്റെ വേരുകളെ കൈവെടിയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു എന്നാണ്. ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ് ദാറ്റ്, ഇതൊരിക്കലും അത്ഭുതമുള്ള ഒരു കാര്യമല്ല. എന്ത് എന്ന് പറയുന്നു? എന്താണ് അത്ഭുതമല്ലാത്ത കാര്യം? ദാറ്റ് ഈസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ, വണ്ടർഫുള്ളി എനർജറ്റിക് പേഴ്സൺ. ഈ ഒരു അത്ഭുതാവഹമായ ഊർജ്ജസ്വലനായ ഈ മനുഷ്യൻ, അദ്ദേഹം എങ്ങനെയുള്ളതാണ്? ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, അല്ലേ? ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, അസാധാരണ ശക്തിയുള്ള ഒരു മനുഷ്യൻ. സ്റ്റാൻഡിങ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും തുല്യതയ്ക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾ. ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ. ഫാസിനേറ്റഡ് മീൻസ് അട്രാക്റ്റഡ്, അല്ലേ? സ്വാധീനിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും ആകർഷിക്കുക. ദ മാസസ് ഓഫ് ഇന്ത്യ മീൻസ് പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ജനതയെ അങ്ങേയറ്റം അദ്ദേഹം ആകർഷിച്ചു എന്ന് പറയുന്നത്. ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്, ഒരു കാന്തത്തെ പോലെ എല്ലാവരെയും ആകർഷിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല.
സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന മാൻ ഓഫ് എനർജി, ദിസ് എനർജറ്റിക് മാൻ, എല്ലാവരെയും ഒരു കാന്തം പോലെ ആകർഷിച്ചു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ഹീ സീം ടു ദം, അദ്ദേഹം കാണപ്പെട്ടു, അല്ലേ? സീം ടു ദം എന്നാണ്. ദാറ്റ് ഈസ് ഇന്ത്യൻ പീപ്പിൾ സോ ഹിം, ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. എങ്ങനെ? ടു ലിങ്ക് അപ്പ് ദ പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസൻറ്റ് അപ്പിയർ ജസ്റ്റ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദാറ്റ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. പീപ്പിൾ സോ ഹിം ആസ് എ ലിങ്ക് ഓഫ് പാസ്റ്റ് വിത്ത് ഫ്യൂച്ചർ. കഴിഞ്ഞുപോയ കാലത്തെ, ഭൂതകാലത്തെ, ഭാവി കാലവുമായിട്ട് ബന്ധിക്കുന്ന ഒരു കണ്ണിയായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസൻറ്റ്, അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോഴുള്ള ഡിസ്മലായിട്ടുള്ള, ഡിസ്മൽ മീൻസ് ഗ്ലൂമി, ബാഡായിട്ടുള്ള ഈ കാലം, അല്ലേ? ഈ പ്രസൻറ്റ്, ഇപ്പോഴുള്ള ഈ ദുരവസ്ഥ, അപ്പിയർ ജസ്റ്റ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദാറ്റ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. ഇപ്പോഴുള്ള ദുരവസ്ഥ ഭാവി ജീവിതത്തിലേക്കും പ്രതീക്ഷയിലേക്കുമുള്ള ചവിട്ടുപടികളായിട്ട് അവർക്ക് തോന്നിപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഇപ്പോഴത്തെ ദുരവസ്ഥ എന്ന് പറയുന്നത് ടെമ്പററിയാണ്. ദിസ് ഡിസ്മൽ സ്റ്റേറ്റ് ഈസ് പ്യുവർലി ടെമ്പററി ആൻഡ് ദാറ്റ് വിൽ ബി ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അദ്ദേഹം തോന്നിപ്പിച്ചു. Thus he effected a vast psychological revolution not only among those who followed his lead but also among his opponents and those many neutrals who could not make up their minds what to think and what to do. Thus, അങ്ങനെ he effected means caused for, അദ്ദേഹം കാരണഭൂതനായി. എന്തിനുള്ള കാരണമായി? എ വാസ്റ്റ് സൈക്കോളജിക്കൽ റവല്യൂഷൻ, വലിയൊരു മനഃശാസ്ത്ര വിപ്ലവത്തിന് അദ്ദേഹം കാരണമായി. ആർക്കെല്ലാം? നോട്ട് ഓൺലി എമംഗ് ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരെ മാത്രമല്ല അദ്ദേഹം സ്വാധീനിച്ചത്, മറിച്ച് ബട്ട് ഓൾസോ എമംഗ് ദ ഒപ്പണൻസ്, അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കിടയിലും, ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ്, നിഷ്പക്ഷമതികൾ, അതിനുള്ള ന്യൂട്രൽസ് എന്ന് പറയാം, നിഷ്പക്ഷമതികൾക്ക് ഇടയിലും. നിഷ്പക്ഷമതികൾ എങ്ങനെയായിരുന്നു? ഹു കുഡ് നോട്ട് മേക്ക് അപ്പ് ദെയർ മൈൻഡ്സ് വാട്ട് ടു തിങ്ക് ആൻഡ് വാട്ട് ടു ഡു, എന്ത് ചിന്തിക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത നിഷ്പക്ഷവാദികൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓപ്പണൻസിനും പിന്നെ സംശയലേശമന്യേ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും വലിയൊരു മനഃശാസ്ത്ര വിപ്ലവം സംജാതമാക്കാൻ നമ്മുടെ ഗാന്ധിജിക്ക് സാധിച്ചു. എല്ലാവരെയും സ്വാധീനിക്കാൻ, എല്ലാ തരത്തിലുള്ള ആളുകളെയും മാനസികമായി സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. So this is all about this chapter, an excerpt from Jawaharlal Nehru's The Discovery of India. Okay, we shall meet with the exercises of this chapter. Until then, goodbye.